പ്രവർത്തനങ്ങൾ ശക്തമാക്കുക, ഒപ്പം തന്നെ ലീഗ് ഇതിനോടകം ചെയ്തു വരുന്ന സന്നദ്ധ സേവനങ്ങളുണ്ട്, വിദ്യാഭ്യാസ മേഖലകളിലേക്ക് അടക്കമുള്ളത്. അത്തരം നടപടികൾ ഡൽഹിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം ദേശീയ തലത്തിൽ ശക്തമാക്കാനും ഡൽഹി കേന്ദ്രമായി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തുടങ്ങിയത്. നേരത്തെ ഞങ്ങൾ കുറേ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആവശ്യമായ ലാൻഡ് കിട്ടാത്തതുകൊണ്ട് പോയ കാര്യമാണ്. കേരളത്തിലെ ലീഗിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എല്ലാ മതേതര പാർട്ടികൾക്കും നല്ല അഭിപ്രായമാണ്. കേരളത്തിലെ പിന്നോക്ക ന്യൂനപക്ഷങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് മതസൗഹാർദ്ദത്തെ പിടിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ലീഗിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ആ ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാവണമെന്ന് മിക്ക പാർട്ടികൾ ഞങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ അതിന് കൂടി അവസരം ലഭ്യമാകുന്ന രീതിയിൽ നമുക്കൊരു കേന്ദ്രം വന്നിരിക്കുകയാണ്. അതാണെങ്കിൽ ഞങ്ങൾ ഓരോ മെമ്പറും ഓൺലൈനിൽ പണം തന്നിട്ടുണ്ടാക്കിയിട്ടുള്ള ജനകീയ പിന്തുണ കൊണ്ടായിട്ടുള്ളത്. അതിന് വലിയ സ്വാഗതം കിട്ടി, സ്വീകാര്യത കിട്ടി. അതിൻ്റെ ഫലമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഗായിദമില്ലത്ത് സൗധം. രാഹുൽ ഗാന്ധിയുടെ വോട്ടറധികാർ യാത്ര ബീഹാറിൽ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിനടക്കം വലിയ പിന്തുണ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ സജീവമായി പങ്കാളിത്തമുണ്ട്. അത് പാർലമെൻറ്റിൽ അതിൻ്റെ അകത്തുണ്ട്, പുറത്തുമുണ്ട്. ഇന്ത്യ മുന്നണി സഖ്യം വളരെ ഫലപ്രദമായ രീതിയിൽ ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടാവണമെന്നും BJPക്കുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതനുസരിച്ചുള്ള സഹകരണം ഞങ്ങൾ നടത്തുന്നുണ്ട്. BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന് തീർച്ചയായും BJPക്കെതിരെയുള്ള അടിസ്ഥാനപരമായ അവരുടെ നയസമീപനങ്ങൾക്കുള്ള പോരാട്ടം മുന്നണിക്കകത്തും മുന്നണി പുറത്തും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സഹകരിക്കാവുന്ന എല്ലാവരുമായി സഹകരിച്ച് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ദേശീയ തലത്തിൽ പ്രത്യേകിച്ചും. സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതിലെന്താണ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസ്സിനെ ചർച്ച ചെയ്ത് അവർ തീരുമാനിക്കാൻ കാര്യമാണ്. അവരുടെ നിയമസഭാ സാമാജികനാണ്. അത് എന്ത് ചെയ്യണം, ഗുണകരമായ നിലപാടിൽ എന്ത് കിടക്കണമെന്നത് അവർ തീരുമാനിക്കും. കാരണം വെച്ചാൽ UDFൻ്റെ നേതൃത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവാണ്. അതുപോലെ തന്നെ കോൺഗ്രസ്സിന് സംവിധാനമുണ്ട്. അത് അവർ തീരുമാനിക്കും. അതിൽ ലീഗ് കാര്യം അഭിപ്രായം പറയേണ്ടതില്ല. നിലവിൽ ലീഗിന്റെ അഭിപ്രായം പറയേണ്ട സാഹചര്യം അതൊന്നുമില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനത്തെ പ്രശ്നം തന്നെ ഒന്നുമില്ല. ഇല്ല ഞങ്ങളുമായി സംസാരിച്ചിട്ടില്ല. അങ്ങനെ അജണ്ട നമ്മുടെ മുമ്പിലില്ല. ഒരാശങ്കയില്ല. കാരണം വെച്ചാൽ കേരളത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ശക്തമായി തിരിച്ചു വരും എന്നുള്ളത് പ്രഖ്യാപിതമായി ചെയ്തിട്ടുള്ള കാര്യമാണ്. അതൊന്നും നമ്മുടെ UDFനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതെല്ലാം കോൺഗ്രസ് പാർട്ടിയെ പ്രശ്നം കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. ലീഗിൻ്റെ പ്രശ്നം ലീഗ് തീരുമാനിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്.